എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. പുറമേ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. ഈ ഒരു മസാല കൂട്ടി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോയിലും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. 1200 ഗ്രാം അളവിൽ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു 18ഓളം കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു പിരിയൻ മുളക് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളറും കൂടി കിട്ടും. അതുപോലെ തന്നെ പിരിയൻ മുളക് നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്തു എന്ന് കരുതിയിട്ട് ഒരുപാട് എരിവൊന്നും കാണത്തുമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 20ഓളം ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂടാതെ നമുക്കിതിലേക്ക് ഒരു 20 അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ വേണം. വെളുത്തുള്ളിയുടെ ഒരു തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതിലൊരു 20 അല്ലി തന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് എടുത്താൽ മതി. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ചെറിയ കഷ്ണം 3-4 ഇഞ്ചിയാണ്. ഇഞ്ചിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കരുത്, പെരിഞ്ജീരകം തന്നെ ഒരു 1.25 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചിട്ടെടുക്കണം. അരച്ചിട്ടെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ടങ്ങ് അരച്ചിട്ടെടുക്കുകയല്ല, അത്യാവശ്യം അരിയണം. എന്നാലും ചെറിയ ചെറിയ തരികൾ കിടക്കുന്ന ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന സമയത്ത് ചെറിയ പൊടി പോലെ ഒരു ചിക്കൻ ഫ്രൈയിലൊക്കെ നന്നായിട്ട് പറ്റിയിരിക്കുന്ന ഒരു ടൈപ്പ് ചിക്കൻ ഫ്രൈ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ച് നല്ലൊരു ക്രിസ്പി ആയിട്ടൊരു പൊടി പരുവത്തിന് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള ചിക്കൻ ഫ്രൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിൽ അരയ്ക്കാതെ ഇതുപോലെ ഈ ഒരു പാകത്തിന് നമ്മൾ മസാല റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇനി ഈ ഒരു മസാലയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ പുറമെ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീരാണ്. നാരങ്ങാ നീരും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മസാലയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മസാല കുറച്ചും കൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാൻ ഈ ഒരു മസാലയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒരു ചിക്കൻ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആ ഒരു മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അത്രയും സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ആ ഒരു ചിക്കനിൽ നന്നായിട്ട് ഒരു മസാലയൊക്കെ പിടിക്കും. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുള്ളൂ. അപ്പോൾ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ഇതുള്ളൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്ന സമയത്ത് ഈ ഓയിലേക്ക് നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഓയിലിന് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം നമ്മൾ ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുറച്ച് ഏറെ തന്നെ ചിക്കൻ ഇല്ലേ, അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണ്ട. ഒരു 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. പെട്ടെന്ന് അങ്ങ് തീയങ്ങ് കുറയ്ക്കണ്ട. അത്യാവശ്യം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് നമ്മൾ തീയങ്ങ് കുറച്ച് വെച്ച് കൊടുത്താൽ ആ ഒരു മസാലയൊക്കെ പെട്ടെന്ന് തന്നെ ഒരു എണ്ണയിലേക്ക് അങ്ങ് ആയിപ്പോവും. ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ ഇതുപോലെ പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, പുറമേ നല്ല മൊരിഞ്ഞ് ഉള്ളൊക്കെ നല്ല പോലെ തന്നെ വെന്തെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മളിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാവുള്ളൂ. എണ്ണയ്ക്കകത്തുനിന്ന് നമ്മളിത് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റിയേക്കാം.
അപ്പോൾ ഇതുപോലെ എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി ഉള്ളൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്കും കൂടെ കുറച്ച് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. നമ്മളിതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ചൊരു പൊടി പോലെ കിടക്കും. ആ ഒരു പൊടി നമ്മൾ കളയരുത് കേട്ടോ, അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു 4-5 പച്ചമുളക് ഒന്ന് നെടുക്ക് കീറിയിട്ടെടുക്കുക. നെടുക്ക് കീറിയതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. മുളക് കീറാതെ നമ്മൾ ഒരിക്കലും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കീറിയ മുളക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അത് ഞാനൊരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചില തട്ടുകടയിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഒരു ചെറിയ ചെറിയ പൊടി പോലെ പറ്റിയിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ഇല്ലേ, ആ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. ഇങ്ങനെ നമ്മൾ മസാല റെഡിയാക്കി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു ചതച്ചതിനകത്ത് പെരിഞ്ചീരവും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ, അതുകൊണ്ട് നല്ലൊരു അടിപൊളി മണമാണ് ഈ ചിക്കൻ ഫ്രൈക്ക് വരുന്നത്. നല്ല ചൂട് ചപ്പാത്തിയും അപ്പവും പൊറോട്ടയും പത്തിരിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.